ഇവിടെ നിന്നാണ് നമ്മൾ കൊല്ലങ്കോട്ടിലോട്ടുള്ള യാത്ര ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പാലക്കാട് വാളയാറ് കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് വരുന്നവരാണെന്ന് വെച്ചാൽ പാലക്കാട് ടൗൺ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് കൊടുവായൂർ റോഡിന് ലെഫ്റ്റ്, തൃശ്ശൂർ ട്രിവാൻഡ്രം ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് കൊടുവായൂർ റോഡ്, കൊടുവായൂരിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ പുതുനഗരം എത്തും. പുതുനഗരം ജംഗ്ഷനിൽ നിന്ന് നേരെ 10 കിലോമീറ്റർ കൊല്ലങ്കോട്. അവിടുന്ന് പല വഴിക്കാണ് പോകേണ്ടത്, പല കിലോമീറ്റേഴ്സ്. ഈ കാണുന്നതാണ് പല റീലിലും പല വീഡിയോസിലും നമ്മൾ കൊല്ലങ്കോടിനെ പറ്റി കാണുമ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഷോപ്പ് പോലെ മേഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്. ഒരു ചെറിയ ടീ ഷോപ്പാണ്. കുറച്ച് പ്രായമുള്ള ചേട്ടനവിടെയൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് തോന്നുന്ന ഷോപ്പ്. ചായ കടി സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. വളരെ വർഷം പുറകോട്ട് വന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വളരെ വർഷം വളരെ സമാധാനപരമായിട്ടുള്ള വലിയ ആഗ്രഹം നോർമലി ജീവിച്ച് പോകുന്ന സമാധാനപരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതം. എങ്ങോട്ട് പോയി എങ്ങോട്ട് ചിങ്ങന്തരപ്പുറം കറക്റ്റ് കേട്ടോ. അവിടെ ഇത് വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് വഴി മാറിപ്പോയി. നേരെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ആ റോഡ് എൻ്റെ പോയിരുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ആ റോഡൊന്ന് അവസാനിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരണം. ഈ ബോർഡിൻ്റെ റൈറ്റ് സൈഡ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് വഴിയാണ് നമുക്ക് പോകുന്നത്. ഈ ബോർഡിൻ്റെ റൈറ്റ് സൈഡ് നേരെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാം എന്നാണ് പറയുന്നത്. ഇവിടെ മുഴുവനും മാവിൻ തോട്ടങ്ങളാണ്. അതായത് ഒരു തമിഴ് ടച്ച് നന്നായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ മാവിൻ തോട്ടങ്ങളാണ് കൂടുതൽ. കൊല്ലങ്കോടത്തെ വീടുകളിലൊക്കെ കുറേ സംസാരിക്കും തമിഴാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ മുഴുവൻ മാവിൻ തോട്ടങ്ങളാണ് നിറയെ. ഒരുപാട് മാവിൻ തോട്ടങ്ങൾ കൃഷിയായിട്ട് നടക്കുന്നത്. ഇതാണ് പറഞ്ഞ ഈ സ്ഥലം, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. നിറയെ ആൽമരങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, ഉള്ളിലോട്ട് വെളിച്ചം പോലും കയറാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നിങ്ങളെ കേട്ടത് ക്ഷേത്രത്തിലത്തെ മണിയടി ഒച്ചയല്ല, കപ്പലണ്ടി വേണമെന്ന് ചോദിക്കുന്ന ഒരു ചേട്ടൻ കയ്യിലെ ചട്ടകം വെച്ച് കല്ലിലടിച്ച് ആളുകളെ ആകർഷിക്കുന്നതാണ്. ഇവിടെ ഒരു തമിഴ് കൾച്ചർ കൂടിയുണ്ട്, മിക്സറാണ്. മലയാളം അറിയാം, പക്ഷേ വീടുകളിലൊക്കെ ഇവിടെ തമിഴാണ് സംസാരിക്കുക കൂടുതൽ കൊല്ലങ്കോട് എന്നാണ് അറിവ്. എനിക്കറിയാവുന്ന കുറേ ആളുകളുടെ വീട്ടിലൊക്കെ തമിഴാണ് സംസാരിക്കുക. മലയാളികളാണ്, പക്ഷേ തമിഴാണ് സംസാരിക്കുക. ഡിയൻ്റെ ഷൂട്ടിംഗ്, അങ്ങനെ കുറേ അധികം മൂവീസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഇതെന്നും പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു ആംബിയൻസ് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. നടന്ന് നമ്മൾ ഒരു സ്വർഗ്ഗഭൂമിയിലോട്ട് കയറുന്ന ഫീല്. ഭയങ്കര സമാധാനമുള്ള അന്തരീക്ഷം, നല്ല കാറ്റ്, നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് മനുഷ്യർ, വളരെ കുറച്ച് മനുഷ്യർ, ഗ്രാമീണർ. ഈ ആൽമരങ്ങൾ അത് കൂട് കൂട്ടിയ പോലെയാണ്. ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലം. ഇനി ഇവിടുന്ന് നടന്ന് നമ്മൾ ആ നേരെയുള്ള വഴി കൂടെ കയറുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉള്ളൊരു വല്ലാത്തൊരു കാഴ്ച കാണുക.
ഇത് കണ്ടോ, 2 വീടാണ് ഇവിടെ ഉള്ളത്. അതിലത്തെ ഒരു വീട്ടിൽ കൃഷി, കുറേ ആട്, പശു അങ്ങനെ ഉണ്ട്. ഈ വീട്ടിൽ ഈ കാണുന്നത് പശുത്തൊഴുത്താണ്. അപ്പുറത്ത് കാണുന്നത് കുറച്ച് അരയന്നങ്ങൾ. ഇതിൻ്റെ ബാക്കിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതേ ഒരു ചെറിയ വീടാണത്, അതിൻ്റെ അടുത്ത അപ്പുറത്തൊരു വീട്. ഇതിൻ്റെ ബാക്കിൽ വളരെ വിശാലമായിട്ട് കിടക്കുന്ന മല. ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ വിഷ്വലി നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ കൂടിയല്ല, ഇത് ഇങ്ങനെ പകർത്തിയാൽ കൊള്ളുന്നതല്ല. ആക്ച്വലി ഇത് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ ആലോചിച്ച് ഈ വീട്ടുകാരുടെ അത്രയും സമാധാനമുള്ള ആളുകൾ ഭൂമിയിൽ വളരെ കുറച്ചേ ഉണ്ടാവും തോന്നണം. കുറച്ച് അരയന്നങ്ങളിങ്ങനെ വരിയായിട്ട് പോയിട്ട് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് കയറിപ്പോണ്ട്. ഡെയിലി ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഭയങ്കര ഭംഗിയായിരുന്നു. അതൊരു സിനിമയുടെ സെറ്റ് ഇട്ട പോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യാം. ഒരു സിനിമയുടെ സെറ്റിനേക്കാൾ ഭംഗിയായിരിക്കും തോന്നുന്നത്. നല്ല തണുത്ത ചെറിയ ചെറിയ ഡ്രിസിൽസ് ഉണ്ട് മേത്തേക്ക്, മഴയുടെ ചെറിയ ചെറിയ തുള്ളി വീഴുന്ന പോലെ. അതാ മലയുടെ താഴത്തേക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ ഇതുണ്ട്. ആ വെള്ള പൊട്ട് പോലെ കാണുന്നതൊക്കെ, ആ വര പോലെ കാണുന്നതൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ഒരു മഴ, ചെറിയ ചാറ്റൽ മഴ പോലൊരു ഫീലുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചിറങ്ങുമ്പോൾ ആ പറയുക ചിങ്ങഞ്ചിറ പ്രകൃതി ടെമ്പിൾ പറഞ്ഞ അതിലോട്ടാണ് നേരെ പോകുന്നത്. അവിടെ നമ്മൾ പുറത്തോട്ട് പഴയ വഴി തന്നെ പുറത്തോട്ട് കൊല്ലംകോടിൻ്റെ മറ്റ് സ്ഥലങ്ങളിലോട്ട്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡ് 2 കിലോമീറ്റർ പോയാലാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അത് ഇവിടുത്തെ ഒരു ഫേമസ് വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ചിങ്ങഞ്ചിറ പ്രകൃതി ടെമ്പിളിൽ തിരിച്ചു പോയാലാണ്. പ്രകൃതി ടെമ്പിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ആസ് ദ നെയിം സൈസ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ആപ്റ്റായിട്ടുള്ള നെയിം ഇതിൽ ഇടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു സാധാരണ വഴിയിലൂടെ കയറി യാത്ര ചെയ്ത് നമ്മുടെ മുമ്പിലോട്ട് പെട്ടെന്ന് ഓരോ വിഷ്വൽസായിട്ട് ദൈവം കൊടുന്ന് വെക്കുന്നൊരു ഫീലാണ്. നമ്മളോട് നമ്മൾ ഓരോരോ പോയിന്റിലും യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുക. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി വേറൊരു സ്ഥലത്തോട്ട് കയറി ചെല്ലുന്ന ഫീലാണ്. നമുക്ക് ഇവിടെ യാത്ര അവസാനിപ്പിച്ച് തൽക്കാലം